സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവിടെ കഴിഞ്ഞ 10 ദിവസമായി ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. അതിന് 10ാം ദിവസത്തിലേക്ക് ആ സമരം എത്തിയിരിക്കുന്നു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ആശുപത്രികളിൽ മതിയായ വിധത്തിൽ തസ്തികകൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ എണ്ണം കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഈ സമരം നടക്കുന്നത്. അതേസമയം സർക്കാർ ഡയസ്റ്റോണൊക്കെ പ്രഖ്യാപിച്ച് സമരത്തോട് അങ്ങനെ ഒരു ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മന്ത്രി വീണ ജോർജ് കെ എൻ ബാലഗോപാലുമായി ഇപ്പോൾ ഈ വിഷയം ചർച്ച നടത്തും എന്നുകൂടി അറിയുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. 10 ദിവസമാകുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരമെന്ന് പറഞ്ഞാൽ ഈ 10 ദിവസമായിട്ടും ഒരു ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല എന്നത് വലിയ ചോദ്യമാണ്. നമുക്കറിയാം, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ആശുപത്രികളാണ്. ഇപ്പോൾ തിരുവനന്തപുരമാവട്ടെ, കോഴിക്കോടാവട്ടെ, ഏത് മെഡിക്കൽ കോളേജിലേക്കും സാധാരണ മനുഷ്യർ കേരളത്തിന് പുറത്തു നിന്നടക്കം ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സമരം ഉണ്ടാവുക വലിയ പ്രതിസന്ധി രോഗികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അങ്ങനെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ ഡോക്ടർമാരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടുകൂടി ആകണം ഒരുപക്ഷെ സർക്കാർ ധൃതി പിടിച്ചൊന്നും ഈ ഒരു പ്രശ്നപരിഹാരത്തിന് മുതിരാത്തതെന്ന് തോന്നുന്നു. ദിവിഷെ, മറ്റ് സ്ഥലങ്ങളിലേതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശ്നമെന്ന് പറയുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. നെടുമങ്ങാട് ഒരു കുഞ്ഞ് ചികിത്സാ പ്രശ്നം മൂലം മരണപ്പെട്ടു എന്നൊരു പരാതി വന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പരാതി വന്ന ശേഷം പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് 2 സമരമാണ് നടക്കുന്നത്. ഒന്ന് KGMCTയുടെ സമരം നടക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ KGMOയുടെ നിസ്സഹകരണ സമരവും നടക്കുകയാണ്. അങ്ങനെ 2 സമരം കൂടിയാകുമ്പോൾ തിരുവനന്തപുരത്തെ രോഗികളൊക്കെ ഞാനിപ്പോൾ ഉള്ളത് ജനറൽ ആശുപത്രിയിലാണ്. അങ്ങനെ നിസ്സഹകരണ സമരം ഒരു വഴിക്ക് പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ KGMCTയുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുന്നൊരവസ്ഥയുമുണ്ട്. ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ആശുപത്രിയിലേക്ക്, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് കൃത്യമായ ചികിത്സ അല്ലെങ്കിൽ അവർക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പല ആളുകളും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ള പരാതി നമ്മളെയൊക്കെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ അവിടെ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ പോലും നടക്കുന്നില്ല. ഡേറ്റൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളത് പല ആളുകളും പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ 10 ദിവസമായിട്ട് എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ കാര്യക്ഷമമായി ഇല്ലാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ KGMCTയുമായുള്ള ചർച്ചയൊക്കെ പലവട്ടം നടന്നതാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെന്ന് പറയുന്നത് നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ഈ അവരൊന്ന് സമരം കുറച്ചുകൂടി കടുപ്പിച്ചാൽ ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് നാട്ടിലെ ജനങ്ങളാണ്. അല്ലാതെ സർക്കാരിന് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് അവരുടെ സമരത്തിൽ അവർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഒഴിവാക്കാൻ തീരുമാനിച്ചത് പോലും ആദ്യഘട്ട സമരം പൂർത്തിയായതിനു ശേഷം മാത്രമാണ്. ആദ്യഘട്ടത്തിൽ അവർ OP ബഹിഷ്കരണമാണ് നടത്തിയിരുന്നത്. അതിനുശേഷം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാനൊരു തീരുമാനം വന്നു. ആ തീരുമാനം വന്നതിന് ശേഷവും ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ധനമന്ത്രി KN ബാലഗോപാലും മന്ത്രി വീണ ജോർജും തമ്മിലൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ന്യായമാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോവിഡ് കാലത്തെ അവരുടെ ശമ്പള കുടിശ്ശിക പോലും കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ അന്തിമ ധാരണയാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ന്യായമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള മന്ത്രിയുടെ മറുപടി എന്നത് പലയിടത്തും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി അതിന് മറുപടി പറഞ്ഞത്. അതേസമയം ആലോചിക്കേണ്ട, അവിടെ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരുടെ വേണ്ട സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമല്ലേ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം ജീവനക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയും. അത് സ്വാഭാവികമാണല്ലോ, മനുഷ്യ സഹജമാണല്ലോ. അതൊന്നും നിറവേറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ അതിനോടൊക്കെ മുഖം തിരിച്ചു നിന്നിട്ട് പിന്നെ എന്തൊക്കെ പണിത് വെച്ചാലും നിർമ്മിച്ചു വെച്ചാലും അതിന് രോഗികൾക്കോ സാധാരണക്കാർക്കോ വേണ്ട വിധത്തിലുള്ള ഫലം കിട്ടില്ലല്ലോ. ദിവിഷയ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളും അല്ലെങ്കിൽ പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർമാർ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിന്ന് പോയ ഒരു സംവിധാനമാണ് KGMOA, KGMCTA എന്നൊക്കെ പറയുന്ന സംവിധാനം തുടക്കത്തിൽ. പക്ഷേ അതിനുശേഷം അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആവശ്യങ്ങളെന്ന് പറയുന്നത് പൂർണ്ണമായും ന്യായമാണ്. അവരും എല്ലാ ആളുകളെയും പോലെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ രോഗികളെയൊക്കെ നോക്കുന്നതിൻ്റെ ഒരു അവസ്ഥ അവർ പറയുന്നുണ്ട്. കാരണം ഈ
നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഈ ഡോക്ടർമാർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ പകരം ആളുകളെ വെക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ഒരു ഡോക്ടർക്ക് നോക്കേണ്ടി വരുന്ന രോഗികളുടെ എണ്ണം ഒരുപാടാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു രോഗിയെ നോക്കാനുള്ള സമയത്തിൻ്റെ ഇതൊക്കെ കമ്പയർ ചെയ്തവർ പറയുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഏതെങ്കിലും ഒരു പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഈ രോഗികളെ നോക്കി പോകുന്നത് എങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വരുന്ന രോഗികളെയൊക്കെ എത്ര സമയമാണ് ഒരു ഡോക്ടർക്ക് നോക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പനി അടക്കമുള്ള കാര്യങ്ങൾ, അത് എന്ത് പനിയാണെന്ന് പോലും നാട്ടുകാർക്കറിയില്ല. ശബ്ദമൊക്കെ പോയിട്ട് അത് ആ ശബ്ദം തിരിച്ചു കിട്ടാൻ തന്നെ നാളുകൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർമാർ ഈ സമരത്തിലേക്ക് പോയത്. അപ്പോൾ ഇത്രയും നിർണായകമായ ഒരു സമയത്ത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പനികളൊക്കെ പടർന്നു പിടിക്കുന്ന സമയം, ആ സമയത്താണ് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്ന വിധത്തിലുള്ള ഈ സമരം നടക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ, അവർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് സർക്കാരിന് തോന്നുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലെങ്കിലുമുള്ള ഒരു നടപടികളോ പ്രശ്നപരിഹാര സാധ്യതകളോ സർക്കാർ മുന്നോട്ട് വയ്ക്കാത്തത് എന്ന് വളരെ കൗതുകത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്നത് വളരെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കും. പക്ഷേ സർക്കാരിനും ധാരണയുണ്ട്, സർക്കാർ ആശുപത്രികളാണ്, ഡോക്ടർമാരോ നഴ്സുമാരോ ഒക്കെ പണിമുടക്കിയാൽ അവസാനം പൊതുജനങ്ങൾ അവർക്കെതിരെ തിരിയും ഉള്ള സാധ്യതകൾ എപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൊണ്ടുകൂടിയാകാം സർക്കാർ ഇങ്ങനെ ഇത് വെച്ച് താമസിക്കുക. എന്തായാലും വേഗത്തിൽ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമല്ല, ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരും സമരക്കാരും ഒക്കെ വേഗത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.